നമ്മളുടെ സൂക്കയുടെ എന്താ പറയുക ആദ്യത്തെ പ്രസ് മീറ്റാണ്. ആദ്യത്തെ പ്രസ് മീറ്റാണ്. അപ്പോൾ സംസാരിക്കുന്നു. ശബ്ദമില്ല മൈക്കിന്. മൈക്കോണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് വളരെ നന്ദിയുണ്ട്. എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ വളരെ നന്നായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കത് കൂടെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സിനിമ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം വരുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഇതിൽ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് എന്നോട് ആദ്യം പറയുന്നത് കല്ലൂർ ഡെന്നിസ് ചേട്ടനാണ്. ഡെന്നിസ് ചേട്ടൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമകൾ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയാണ് ആദ്യമായിട്ട് ഹീറോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വൺ ഓഫ് ദി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അപ്പോൾ എന്നോട് ഇങ്ങനെയൊരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് ഡീനും എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ജോബും മമ്മൂക്കയൊക്കെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ബസൂക്ക കണ്ടിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. Hi, thank you all for coming today. ബസൂക്കയ്ക്ക് ഇത്രയ്ക്കും സ്നേഹവും ഇത്രയ്ക്കും ലവ് ആൻഡ് ഇത്രയ്ക്കും നല്ല റിവ്യൂസ് തന്നതിന് താങ്ക് യു. ആൻഡ് hello everyone, good morning. So thank you so much for coming here today. And ബസൂക്ക ഇപ്പോൾ തിയേറ്ററിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പടം കണ്ടതിലും കണ്ട ആൾക്കാരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ആൻഡ് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാക്കി നമുക്ക് മാറ്റാം. നമ്മൾ മാത്രം സംസാരിക്കുന്നത് നിങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണല്ലോ. സോ നിങ്ങൾ ചോദിച്ചോളൂ. എൻ്റെ ക്യാരക്ടറിന്റെ പേര് സമീ വർഗീസ് എന്നാണ്. അപ്പോൾ പുള്ളി കുറച്ച് ഓൺലൈൻ ഗെയിമിംഗ് സിനാരിയോയിൽ കുറച്ച് തിളങ്ങി നിൽക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ക്യാരക്ടറാണ്. കുറച്ച് ആളുകളെയൊക്കെ ശല്യപ്പെടുത്തുന്ന കുറച്ച് ചൊറിയനായിട്ടുള്ള എന്നാൽ അത്യാവശ്യം എന്താ പറയുക ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോൾ അതാണ് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. Hi everyone, I hope everyone is having good breakfast before coming here. Did you guys? No, not yet. Neither have I, so I think we'll do that later. That is why no energy for asking questions. Sorry? That is why these people are not having energy to ask Yeah, questions. exactly. Maybe next time. Breakfast. So yeah, I play Asari in the film. It's an action side. I think it's worked out well. I think the audience is loving seeing that. We are loving Bazooka in the film. We are loving Mamuka in the film. Because Bazooka is Mamuka. Bazooka is Mamuka. So I think I'll pass it on to you. Thank you so much. Agil, Our music is the best of this. I would like to have 2 words from you. Please, 2 words from you. പാടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആക്ച്വലി കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല സംസാരിച്ചിട്ട്. കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമെന്ന് തോന്നാനുള്ള കാരണം എന്താ? അല്ല, എനിക്ക്
ലാസ്റ്റ് ആ പടം കണ്ടപ്പം എനിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും കുറച്ചും കൂടി ഇൻപുട്ട് ഇടാൻ എനിക്ക് ഫീൽ ചെയ്താണ്. എനിക്ക് എന്റെ വർക്കിനെ കുറിച്ച് ഫീൽ ചെയ്താണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ, നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ കുറച്ച് നന്നാകാനും തോന്നും. ഇത്തരം ഒരു സിനിമയ്ക്ക് ഈ സിനിമയെ ഒന്ന് പിടിച്ചിരുത്തുന്നത് തന്നെ ശരിക്കും നമുക്ക് കണ്ടപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെയാണ്. പക്ഷെ അതിനൊരു ടൈം ഉണ്ടല്ലോ. ടൈം ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ 2019 മമ്മൂക്ക കഥ കേട്ടാന്നാണ് ഞാൻ. 2019 മമ്മൂക്ക കഥ കേട്ട അന്ന് മുതൽ മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ പറയുന്ന ഈ ഗെയിമും കളി അങ്ങനെയൊന്നും അത്ര സജീവമല്ലായിരുന്നു. അന്ന് മുതൽ ഈ മനസ്സിൽ അന്ന് താങ്കൾ മ്യൂസിക് ചെയ്യണമെന്ന് പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇതിന്റെ റൂട്ട്, ഇതെങ്ങനെ കൊണ്ടായ പ്രേക്ഷകരെ പിടിച്ചെടുക്കാം, ആ ഒരു ചിന്താഗതി താങ്കൾ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ടീമിന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ വേണം, എന്ത് സൗണ്ട് വേണം എന്നുള്ള ടീമിന് സെറ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത് സംസാരം വളരെ കുറവല്ലേ, മ്യൂസിക്കിൽ മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷെ എങ്കിലും അതിന്റെ എന്നെ സമയം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് പറയാനുള്ളത്, നിങ്ങൾ സിനിമ കണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ മ്യൂസിക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് ഞാൻ മ്യൂസിക് കൈകാര്യം ചെയ്യും. ഇപ്പൊ താങ്കൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു വെച്ചാലും പിന്നീട് ഒന്നും കൂടെ കാണുമ്പോൾ നന്നാക്കാമെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. ബാക്കി പറഞ്ഞത് സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷെ ഇതിൽ ഒരേ മ്യൂസിക്കുകൾ ചെയ്യുമ്പോഴും മമ്മൂക്കാട് രണ്ടയ്ക്ക് കൊടുക്കുന്ന മ്യൂസിക്കിന് ഒരു ചലഞ്ചിങ് ഉണ്ടാവും താങ്കൾക്ക്. മമ്മൂക്ക ചെയ്തു വെച്ച സിനിമകൾ എല്ലാം കണ്ട് വളർന്നു വന്ന താങ്കൾ എങ്ങനെയാണ് മമ്മൂക്ക ഓരോ എൻട്രിക്കും വ്യത്യാസമുണ്ട്. ഗെറ്റപ്പിലും മമ്മൂക്ക ഓരോയാണ്. അത് എത്രമാത്രം ചലഞ്ചായിരുന്നു? ചലഞ്ചായിരുന്നു, മൊത്തത്തിൽ എനിക്ക് ചലഞ്ചായിരുന്നു. ഒന്നാമത് എന്റെ ഫസ്റ്റ് പടമാണ്. അതുകൊണ്ടുള്ള ചലഞ്ചായിരുന്നു മൊത്തത്തിൽ എനിക്ക്. ഒന്നാമത് കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കൈകളിലേക്ക് എത്തുകയായിരുന്നല്ലേ? എങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ, ധൈര്യമായിട്ടുണ്ട് കേട്ടോ. പുതിയ ആളാണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. ഹക്കീമി പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് 2019 മമ്മൂക്കായി കഥ കേട്ടതെന്നാണ് ഞാൻ. 2019 പോയി കഥ പറഞ്ഞ് രഞ്ജി സാർ കഥ കേൾക്കുന്നത് മുകളിലേക്ക് മാറുന്നു. അന്നു മുതൽ മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തയ്യാറായി മാറിയൊരു മമ്മൂക്ക. ആ മമ്മൂക്ക ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സിനിമ ചെയ്തെന്ന് എനിക്ക് തോന്നിയേക്കണം. ഞാനൊക്കെ ഓൾഡാണ്, ഞാനൊക്കെ ഈ ഗെയിമൊന്നും കളിച്ചില്ല. പക്ഷെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ മമ്മൂക്ക. ഇതിലൊരു മെസ്സേജും കൂടെയാണ് ഈ സിനിമയിലൂടെ വരുന്നത്. പക്ഷെ മമ്മൂക്കയുടെ അവസാനം ഒരു 10-20 മിനിറ്റ് ഉണ്ട്. അത് മമ്മൂക്ക എടുത്തൊരു ചലഞ്ച്. മമ്മൂക്ക അത് ചെയ്യാം. മമ്മൂക്ക നമ്മൾ പല രീതിക്കാണ്, മമ്മൂക്ക അത് ചെയ്യാം. മമ്മൂക്കയുടെ നമുക്ക് സിനിമ കാണാത്തത് കൊണ്ട് നമ്മൾ പറയാൻ പറ്റില്ല. ആ മമ്മൂക്ക കാര്യം നടക്കുന്ന സംഭവം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോൾ ആ മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഹക്കീമി കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ്, മൊത്തം സിനിമ കാണുമ്പോഴാണ് മനസ്സിലാക്കിയത് ഹക്കീം? അല്ല, ഞാൻ ഈ പരിപാടി അറിയുന്നത് 2022 സമയത്തൊക്കെയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത്. ആക്ച്വലി പടം ചെയ്യാനിരുന്നത് വേറൊരു ആളായിരുന്നു. പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാ പിന്നെ ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചത്. അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് ഒരു 10-15 ദിവസം ഇതുപോലെ അഭിനയിക്കാൻ പറ്റുക പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ കളച്ചെടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. അവിടെ വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് മമ്മൂക്കയുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു വരുന്നത്. ഇപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഇപ്പോൾ ഒരു സാധനം ചെയ്യുകയും അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ വരുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് തന്നെയുള്ള 2-3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ക്ലൈമാക്സില് അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പൊ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് എങ്ങനെയായിരിക്കും ഇപ്പൊ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക, നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞത് എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല. കാരണം അത് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എവിടെയാണ് ഇത് ചിന്തിച്ചു വെക്കുക? ഇത് നേരത്തെ പ്ലാൻഡ് ആണോ അല്ലയോ? ഓൺ ആക്ഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഓഫ്കോഴ്സ് ഞാനൊരു ഫാനാണ്. അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയാ, കണ്ടു പഠിക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ് എന്ന് നമ്മൾ ഈ ആക്ടേഴ്സിന് നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്കായി മാറുക, ഒരു എന്താ പറയുക, ഒരു പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, എനിക്കെപ്പോഴും എന്താ പറയാ, ഞാൻ ഭയങ്കര ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ നേരിട്ട് നിന്ന് കാണാനും
എന്താ അത് അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചെന്നുള്ളതാണ്. എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല. എന്താണ് ആ പ്രോസസ്സ്, മമ്മൂക്ക ചെയ്യുന്ന പ്രോസസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ എന്തൊക്കെയോ അവിടെ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെയൊന്നും നമുക്കാണ് ഒരു എക്സ്പ്രഷനിലാണ് കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നിരിക്കുക. ഡയറക്റ്റ് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കൈന്നിട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് പറഞ്ഞു? ഡയറക്റ്റ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. നിങ്ങളുടെ അടുത്തേക്ക് ചോദിക്കും അങ്ങനെ പല ഡയറക്റ്റ് പറഞ്ഞു. മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് നാം കൊണ്ടുള്ള കുറെ മമ്മൂക്ക സ്വയം ഇട്ടത് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടോ? അല്ല, അതൊക്കെ മമ്മൂക്ക ഇട്ടതാണ്. അല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു എന്താ ചെറിയ അഡ്വാൻസസ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ടീം ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അതാ പറഞ്ഞത്, അത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് കണ്ടു നിൽക്കാനും പറ്റുമോ, മനസ്സിലാക്കാനോ എനിക്കറിയില്ല. ഈ കല്ലൂട്ടൻ ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒത്തിരി സ്ക്രിപ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഹിറ്റുകൾ നൽകിയ ഒരു വ്യക്തിയാണ്. നല്ല ഹിറ്റുകൾ നൽകി അദ്ദേഹത്തിന്റെ മകന്റെ ഒപ്പം വേറൊരു സിനിമ സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലും അഭിനയിക്കുന്നു. രണ്ട് എക്സ്പീരിയൻസ് ആണ്. അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു, ഇപ്പൊ മകന്റെ സ്ക്രിപ്റ്റിൽ. അപ്പൊ ജനറേഷനാണ് ഞാൻ ആലോചിക്കുന്നത്. ചേട്ടന്റെ ആ എക്സ്പീരിയൻസ് അച്ഛന്റെ കൂടെ അഭിനയിച്ചപ്പോഴും മകന്റെ കൂടെ അഭിനയിച്ചപ്പോഴും അച്ഛന്റെ സ്ക്രിപ്റ്റ് മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അത് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന പ്രദേശത്തുള്ള സിനിമയാണ്. ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് സിനിമകൾ, കമ്പോളം, പല സിനിമകളുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും, ഒരുപാട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ്. ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നില്ല. അപ്പൊ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണ്, പഴയ ജനറേഷനാണെങ്കിൽ ഏത് ജനറേഷൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവന്റെ മനസ്സിൽ സെന്റിമെന്റ്സും സ്നേഹവും വാത്സല്യവും വെറുപ്പവും വിദ്വേഷവും ഒരുപാട് അസുഖവും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാവും. അത് ഏത് തലമുറയിലാണ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു 10, 200, 300 വർഷം കഴിയുമ്പോൾ റോബോട്ടായിരിക്കും, വിതൗട്ട് എനി ഫീലിങ്സ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ്. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമതെ ഈ പിന്നെ ടീമുമൊക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സ് തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും, ഒരു റെസ്പെക്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ലേ, അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, വീടിന്റെ മകന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, ഈ ജീവിതത്തിന്റെ മകന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുന്ന വിചാരിക്കട്ടെ. ഇപ്പൊ ബാബുചേട്ടൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ആക്ഷൻ ഫിഗറാണ്, ഒരു ആക്ഷൻ നായകൻ എന്നുള്ള ഒരു. അപ്പൊ ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺ ഉണ്ടല്ലോ. അപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്ക ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട് ചെയ്യുക. ഈ സിനിമയിൽ പ്രത്യേകിച്ച് കയ്യിൽ ഇവിടെ ഒരുപാട് രംഗങ്ങളുണ്ട്. ചേട്ടന്റെ പെർസ്പെക്റ്റീവ് നോക്കുക എങ്ങനെയുണ്ട് ആ ഒരു ആക്ഷൻ രംഗം, മമ്മൂക്ക എന്ന ഒരു ആക്ഷൻ നോക്കും? വളരെ നന്നായിട്ടുണ്ട്. കാരണം മമ്മൂക്കയുടെ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിൽ അത് ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈഡി കിട്ടുന്നത്. നമുക്ക് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ഇത്രയും നാളെ കഴിഞ്ഞിട്ടും അത് കീപ്പപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതമാണ്. അതുപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺസ് ഉണ്ടല്ലോ, ശരിക്കും അത്രയും വയലൻസ് വേണം, അല്ല ആ ആക്ഷൻ അത്രയും ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നു. ചേട്ടന് ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള ചോദിക്കുക, അത്ര ഇന്റൻസിറ്റി അല്ല അത്ര പാറ്റേൺ വേണമെന്ന് കരുതുന്നുണ്ടോ? അതിപ്പം ഓരോ ഫിലിം മേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പൊ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവര് കൺസീവ് ചെയ്ത രീതിയിലായിരിക്കും അവരുടെ സിനിമ എടുക്കുന്നത്. ചില സിനിമ, 2 ടൈപ്പ് സിനിമകളുണ്ട്. ഒന്ന് പ്രൊഫഷണൽ സിനിമ എന്നുള്ളത്. അപ്പൊ എന്റെ ഐഡിയാസ് എന്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ജനങ്ങൾ സ്വീകരിച്ചാൽ ഭാഗ്യം, സ്വീകരിച്ചില്ലെങ്കിൽ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ എന്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട്, എന്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുത്ത് പ്രസന്റ് ചെയ്തു. ഏറ്റവും സേഫ് അതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എഴുതുന്നതാണ്. പിന്നെ ഈ വയലൻസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുന്ന ബോഡീസ് ഉണ്ട്. അതായത് സെൻസർ, അതുപോലെ സെൻസറിന് വേണ്ടി വേറെ ബോഡീസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്, ഈ സിനിമ ഞാൻ കാണണോ അല്ല എൻ്റെ കുട്ടികളെ കാണിക്കണോ എന്നൊരു ചോയ്സ് ഉണ്ട്. അതും ഓരോ റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നു പോയി, വേറൊരു ജീപ്പ് കൊണ്ട് ജീപ്പ് മറിഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഗിമിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി വയർ ടെക്നിക്സ്, വാരം ചാടി പൊങ്ങി, അതായത് നമ്മുടെ എന്താ പറയുന്നത് ഗ്രാവിറ്റേഷൻ പുള്ളിൽ നിന്ന് യാതൊരു
വലിയ കൽപ്പിക്കാത്തൊരിതാണ്. എന്റെ സിനിമകൾ കണ്ടറിയാം, ചന്ത കടലൊക്കെ ഒരിടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉപയോഗത്തുള്ളൂ പറന്നു പോകുന്നൊരു പരിപാടി. അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ചില സിനിമകൾക്ക് അത് ആവശ്യമാണ്. ഇപ്പൊ റേഡിനെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ ആണെങ്കിൽ ഓക്കെ. മമ്മൂക്കയുടെ ഇപ്പോൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഇപ്പോഴും തുടക്കക്കാരെന്നുള്ള രീതിയിൽ തന്നെയാണോ? മമ്മൂക്കയുടെ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇത്രയും വർഷത്തെ പുതിയ തുടക്കക്കാരെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും അത് ഞങ്ങൾ തമ്മിലൊരു എത്രയോ വർഷങ്ങൾക്ക് പുതിയ പോകുന്നതിൽ തൊട്ടുള്ള ഒരു ബന്ധമാണ്. അങ്ങനെ ഞാൻ ആദ്യം മമ്മൂക്കായി കാണുന്നത്. ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ സിനിമയുടെ ഈ കോർ കോണ്ടന്റ് പോകുന്നത് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു കോർ കോണ്ടന്റ് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റുമായിട്ടാണ്. അപ്പൊ ഈ പറയുന്നത് എത്ര പേർക്ക് കണക്ട് ആവുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഗെയിം കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഫോണില് പാമ്പ് കളിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ മറ്റേ ആപ്പിൾ തിന്നുന്ന പാമ്പിനെ കളിച്ചിട്ടില്ലേ. ബേസിക് ഗെയിമിന്റെ കൺസെപ്റ്റ് അതിന്റെ തുടക്കവും ഉണ്ടെന്നൊക്കെയാണ്. ഗെയിമിങ് മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ്, എന്റെ വീട്ടിൽ PS5 ഉണ്ട്. അപ്പൊ ഇത് വലിയ എന്താ പറയാ, മനസ്സിലാവില്ലാത്ത തന്നെ വേറൊരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്ത ഒരു പരിപാടിയൊന്നും അല്ല. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഗെയിമിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാൾ കൂടുതൽ ഗെയിം അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. ഇല്ല, അങ്ങനെ ഇതാ പറയുക, ഈ പൊതുവെ ഇതൊരു മമ്മൂക്ക പടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അവരുടെ ഓൺലൈൻ ഗെയിമിങ്സിനായി നമ്മൾ കാര്യം മനസ്സിലാക്കുന്നപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. നമുക്കറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി അതാണ് ബാക്കിയുള്ള എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയേക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി 10-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇപ്പോൾ. പക്ഷെ അതിന് താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയാ, ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഇതാണ് ഇവിടെ നടക്കുന്നത്, റിയാലിറ്റിയാണ് എന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മമ്മൂക്കയാണ്. ഇപ്പം ബസൂക്ക ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള മമ്മൂക്കയുടെ റിയാക്ഷൻ. മമ്മൂക്ക ഭയങ്കര ഹാപ്പിയാണ്. മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു, ഡയറക്ടറിന് മെസ്സേജ് അയച്ചിരുന്നു. പുള്ളി പറഞ്ഞു ഇങ്ങനെ തന്നെ പോട്ടെ, അടിപൊളിയായിട്ട് തന്നെ പോട്ടെ, ഭയങ്കര ഹാപ്പിയാണ്. സുമിത്രോ, your experience? As always, fantastic. It's a dream come true. Be back here again. Once again, Johnny Hamilton's Mamukka. Yeah. You have coming? I don't know. Everybody's asking the same question, but even I wish I knew more about Bilal. But then, let's keep our fingers crossed and see if it does happen. All of us. Thank you. ഈ സിനിമയില് മമ്മൂക്കെ പോലെ തന്നെ അത്രത്തോളം കോൺട്രാസ്റ്റ് അല്ല, ആ വേറെ സ്വാഗ് പോലെയാണ് ജീവി. അദ്ദേഹത്തിനോട് കോമ്പോ ഉണ്ടായിരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫേസ് ടു ഫേസ് ഉള്ള റിയാക്ഷൻ അത്രയും ഹിസ്റ്ററീസ് ഉള്ള ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. എങ്ങനെ ഉണ്ടായിരുന്നു ആ കോമ്പോ, അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്, അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്? ഡോക്ടർ സാറുമായിട്ട് അതിൽ തന്നെ സ്ക്രീനിങ് സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരിയധികം സന്തോഷം. കാരണം നമ്മളെല്ലാവരും ആരാധിക്കുന്ന എസ്പെഷ്യലി ഗേൾസ് കുറച്ച് അധികം ഫാൻസ് ഉണ്ട് സാറിന്. അത്രയും ഒരു റൊമാൻറ്റിക് ഡയറക്ടറാണ് ഗൗതം സാറ്. അപ്പം ഗൗതം സാറിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സാറിന് ആദ്യമായിട്ട് കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയാ, വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. സാറിന്റെ കൂടെ ആയിരുന്നു നമ്മുടെ ആ ടീമിന് മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റീഷൻ സീറ്റ്സ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ. നമ്മുടെ ആ ഒരു ടീമിനൊരു ബോണ്ട് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ദ ഫിലിം ഷൂട്ടിലും സെറ്റ്സിലും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ ഗൗതം സാറിനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. 3 പേർക്കും, സിറ്റുവേട്ടനായാലും ഡിജു ചേട്ടനായാലും എനിക്കായാലും
പക്ഷെ സാർ അത് ഭയങ്കര ഈസിലി ഹാൻഡിൽ ചെയ്ത് സാറിന് അറിയാം, കാരണം എത്രത്തോളം പേടി വരും നമ്മളെ പോലത്തെ ആൾക്കാർ വരുന്ന സമയത്ത് നല്ല രീതിയിൽ. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫീൽ വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. ഐശ്വര്യ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ സിനിമ നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? I'm feeling very happy, extremely grateful. എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് കേട്ടു. ആൻഡ് റിവ്യൂസ് ഒക്കെ എല്ലാം പോസിറ്റീവ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് വളരെ സന്തോഷം, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി. ഹാപ്പി. ഒരു ചോദിക്കണം, അതായത് ഇപ്പം നോർമലി സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് തിയേറ്ററിലൂടെ വന്ന് താരങ്ങളായ ആറാട്ടണ്ണൻ പെരേര കുറച്ച് പേരുണ്ട്. അപ്പം സിനിമാക്കാരെ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ളവർ പ്രൊമോട്ട് ചെയ്യുന്നു, മീഡിയസ് ഇങ്ങനെയുള്ളവർ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ ഈ സിനിമയിൽ തന്നെ സന്തോഷ് ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മൊമെന്റിലെ ഒരു സീനിനകത്ത് അദ്ദേഹത്തിന് വരുന്നു, പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പൊ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ രണ്ടു പക്ഷം പറയുമ്പോ എന്താണ് ചെയ്യുന്നത്? അത് ഡയറക്ടറുടെ കോളാണ്. അത് എനിക്ക് എന്തുകൊണ്ടെന്ന് അതെന്താ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പൊ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല അല്ല, ഞാൻ മനസ്സില പ്രൊഡ്യൂസേഴ്സ് മറ്റുള്ളവർ നിങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവർ പ്രൊമോട്ട് ചെയ്യാൻ സെൻസ് ആണ് അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത്. ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയുക ഫേസ് വാല്യൂനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എത്രയോ പേര് ഇപ്പൊ സിനിമയിലുണ്ട്. അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നു, എത്രത്തോളം ഡൈവേർട്ട് ആയി പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്കൊന്നും ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ്. നല്ല രസമുണ്ട്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. വെല്ലുവിളിയായിട്ടാണോ? അതെ, പല ആളുകൾക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിന് നല്ലൊരു താങ്ക്സ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ മമ്മൂക്കയുടെ കൂടെ ഷൈൻജോക്ക് ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയിച്ച എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടുകിടപ്പാണ്. ആ സിനിമയിലേക്ക് എന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ എത്താൻ പറ്റി, മമ്മൂക്കയുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അത് എങ്ങനെയുണ്ടായിരുന്നു പറയും? അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ പറഞ്ഞിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ല, ഞാനിപ്പോ ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രമിക്കുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു. ഷൈന്റെ കസിൻ ഷൈന്റെ അനിയൻ തന്നെയാണ്, സ്വന്തം അനിയനാണോ? അതാണ് പല ആൾക്കാർ എന്റെ സ്വന്തം അനുജനാണ്. ഷൈന്റെ മാൻഡ്രസങ്ങളുണ്ടോ? ഉണ്ടാവും. വേറെ സംഭവമുണ്ട്. അല്ല, ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ചേട്ടനുടെ അഭിനയിക്കുന്ന സിനിമ ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് തന്നെ പണ്ടാണത്. ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫർ അഭിനയിച്ചില്ലെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് തന്നെ പണ്ടാണ്. അത് ഭയങ്കര വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട്. വീട്ടിലെവിടെയാണുണ്ട്, പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് സബ്ജക്ട് പറഞ്ഞത്? ആഷിക്ക് പറഞ്ഞിട്ട്, ആഷിക്കും ഇരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീമ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ പോയി അഭിനയിച്ചു. ആദ്യ ദിവസം വിളിച്ചു, പിന്നെ 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം. ആദ്യ ദിവസം തുടർന്നു അല്ലെ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് ചെയ്യുകയും ചെയ്തതാണ് നമ്മള്. ജോക്കറിനെ എനിക്കൊക്കെ പേഴ്സണൽ അറിയാവുന്ന ജോക്കറിന് വേറെ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ പറയുന്നത് അതെ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോഴുള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കാടൊപ്പം ചെയ്തപ്പോ അവിടെ ഡയലോഗ് വരുന്നുണ്ട്, മമ്മൂക്കാടൊപ്പം നിൽക്കണം. അതിന് നിങ്ങൾ ടെൻഷൻ പിന്നെ എന്താ പറയണ്ട പറയും. എനിക്കറിയില്ല എന്താ പറയണ്ട. ജോക്കറിന് എന്താണ് അനുഭവിച്ചത്? എനിക്ക് അനുഭവിച്ച എന്താന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. എക്സ്ക്യൂസ് പറയാണ്. കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി 2-3 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രൊമോഷൻ ഉണ്ട്, പിന്നെ ഷൂട്ടിംഗ് ഒക്കെ ഡബിങ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പയ്യെ ഇനി കാലിക്കറ്റ് എത്തണം. അതുകൊണ്ട് ഞാൻ എന്നോട് ദയവായി ക്ഷമിക്കുക.
എല്ലാവരും സിനിമ എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഇരിക്കട്ടെ. ജീവിതത്തിൽ ഗെയിം കളി ഉണ്ടോ ഇതിനകത്ത്? എങ്ങനെയാണ് ജീവിതത്തിൽ ഗെയിം കളിയൊക്കെ എങ്ങനെയാണ്? ഈ സിനിമ പഠിക്കാ? ഇല്ലില്ല, എനിക്ക് ഗെയിം കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇത് അങ്ങനെ റോഡ് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു ചെയ്യാൻ. ജോയ്സ്റ്റിക്കിൽ എല്ലാം അത്യാവശ്യം ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഒരു പ്രവർത്തി കൊണ്ടൊക്കെ ഇരുന്നത് നല്ല രസമായിട്ട് സ്ക്രീനിൽ കാണാറുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്ത് പാരന്റ്സ് ഒക്കെ അപ്പോൾ ഉണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു. എല്ലാരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്തിരി എള്ളിച്ച കൂടി മമ്മൂട്ടി പാടെ കൂടെ ഒരു നല്ലൊരു റോള് ചെയ്യാൻ പറ്റി. അപ്പൊ എല്ലാരും കണ്ടവരൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയും കുറെ ആൾക്കാർ കാണാനുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഇവരുടെയൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയത് നല്ല സന്തോഷം. ലൊക്കേഷനിൽ ലൊക്കേഷനിൽ അങ്ങനെ അത്ര സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1-2 സീനല്ലേ ഉള്ളൂ. എന്നാലും എന്നൊക്കെ ചോദിച്ചു, എങ്ങനെ സുഖം എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോള് ചെയ്യാൻ പറ്റിയല്ലോ. അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളൊക്കെ വലിയൊരു സന്തോഷം. നമ്മുടെ എഡിറ്റർ വിളിക്കുന്നുണ്ട്. അല്ല, കുറെ സീനുകൾ ഉണ്ടാകുന്നു. കത്രിക വെച്ചപ്പോൾ കുറെ കട്ടിക്കുണ്ടാവല്ലോ. ആ സമയത്ത് എങ്ങനെയായിരുന്നു? ചിലത് കത്രിക വെക്കേണ്ടി വരുമല്ലോ എന്തായാലും എഡിറ്റിംഗ് സമയത്ത്. അതെ അതെ. ഓൾറെഡി ഒരു ലൈൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നുകൊണ്ട് ഞാൻ 25 വരെയൊക്കെ വളരെ സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്, ഹാബിറ്റിലാണ്. പിന്നെ ഇതിപ്പോ ഓൾറെഡി പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് പഠിക്കേണ്ടി വന്നു. 25 കൊല്ലം കൊണ്ട് ചെയ്തതെല്ലാം മാറിയിട്ട് ഇപ്പൊ ഡീനോ കൊണ്ട് പുതിയ സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചു. ഡീനോ കൊണ്ട് ഇപ്പൊ നമുക്കിന്റെ കൂടെ സെക്കൻഡ് പാർട്ടാണ് കണ്ണോസ്കോട്ട് ക്യാമറയിലും ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു ടെൻഷനാണ്. ഈ നിഷാദ് ചെയ്തു വെച്ചതാണല്ലോ നമുക്ക്. നിഷാദ് ഇപ്പൊ യാത്ര പോയിരുന്നു. നിഷാദിന്റെ ഒരു ഓർമ്മകളാണല്ലോ ഈ സിനിമ. നമുക്ക് എഴുതി കാണിക്കുമ്പോൾ തുടക്കത്തിൽ എഴുതി കാണിക്കുകയാണ്. നിഷാദ് നമ്മുടെ ഓർമ്മയിലേക്ക് വരാണ്. നിഷാദിന് ശേഷം താങ്കൾക്കൊരു വേദന ഉണ്ടാവും. നിഷാദ് തുടങ്ങി വെച്ചതിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് താങ്കൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നത്? ഇത് ഓൾറെഡി നിഷാദ് ചെയ്തത് ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കില്ല. ഓൾറെഡി ഫൈനലായിട്ട് ചെയ്യണം. അപ്പൊ അത് ലാസ്റ്റ് നിറയെ പ്ലാൻസ് ഉണ്ടായിരുന്നു നിഷാദിന് ഇങ്ങനെ ചെയ്യണം. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ പിന്നെ എന്റെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചില നിഷാദ് വെച്ച പോർഷൻസ് ഒക്കെ നല്ലതാകുമ്പോ അതന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഫിലിം എന്തായാലും ടീം വർക്ക് ആണ്. എല്ലാവരുടെയും ഇൻപുട്സും എല്ലാം ഉണ്ട്. ചെയ്തു വന്നപ്പോ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ 2 സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതാണ് അവിടെയും പറയുന്നത്. അഡോബ് പ്രീമിയർ ഈ പ്രീമിയർ ആണ് കുറച്ചുകൂടെ അല്ല, എനിക്ക് എപ്പോഴും അവിടെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ചില പോർഷൻസ് ചില ടൂൾസ് ഒക്കെ പ്രീമിയറിൽ ഈസിയാണ്. പക്ഷെ ഞാൻ 25 ഒരേ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ട് എനിക്ക് ബിഗിനിങ്ങിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെയാണ്. സ്റ്റിൽ ഇതാണ് ലാസ്റ്റ് പടം പ്രീമിയർ. അടുത്തത് അവിടെ തന്നെയായിരുന്നു. ഇനി പ്രീമിയർ പിടിയില്ല? ഇല്ല ഇല്ല. അപ്പോ എല്ലാവരും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.